ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഗീതു മോഹൻദാസ് ഡയറക്ഷൻ ചെയ്ത ടോക്സിക് അതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് എന്തോ തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോയുടെ ഷെയർ ചെയ്യുന്നത്. ഒരു റിയാക്ഷൻ വീഡിയോ. റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ വീഡിയോ കാണിക്കുന്നില്ല, കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് നമുക്ക് അത് കണ്ടിട്ട് എങ്ങനെ തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോയുടെ പറയുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ KVN പ്രൊഡക്ഷനാണ്. ജനനായകൻ്റെ 600 കോടി എങ്ങാണ്ട് ഇതിനകത്ത് അവരിട്ടേക്കുന്നത് വിക്കിപീഡിയയിൽ. പിന്നെ റൈറ്റർ കൈ കടത്തിയിട്ടുണ്ട്. യഷ് ഗീതു മോഹൻദാസ് കൊണ്ട് ചേർന്നാണ് ഈ പടത്തിൻ്റെ റൈറ്റിങ്. രവിയാണ് സിനിമാട്ടോഗ്രാഫി, രവി ബസ്രൂറാണ് മ്യൂസിക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പടത്തിനെ പറ്റി എടുത്ത് പറയാനുള്ളത്. എനിക്ക് കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഇവർ 2 ഗ്ലിംസ് വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു. ലേറ്റസ്റ്റ് ഇറങ്ങിയ ഗ്ലിംസ് വീഡിയോ ഇച്ചിരി വിവാദമൊക്കെ ആയിട്ടുള്ളത്. അത് എനിക്ക് കണ്ടിട്ട് ഇത് ലേറ്റസ്റ്റ് ഇതിന് മുമ്പ് ഇറങ്ങിയത് കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഒരു ആഡ് ഉണ്ടല്ലോ നമ്മൾ തിയേറ്ററിലേക്ക് ഇടുമ്പം ഒരു ആഡ് കാണിക്കുമല്ലോ, അതേപോലെ ഉണ്ടായിരുന്നു രണ്ടാമത് ഇറങ്ങിയ ഒരു ഗ്ലിംസ് വീഡിയോ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഇത്രയും 600 കോടിയുടെ ഒരു അപരാധം പോലാണ് ഈ ഒരു ടീസർ ഇറക്കി വിട്ടേക്കുന്നത്. കാരണം ഇതിനകത്ത് ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഹോളിവുഡ് ടൈപ്പിൽ അവർ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഇറക്കി വിട്ടപ്പം ഈ ഒരു ആടിനകത്ത്, അതൊരു ഇതുപോലത്തെ TV-ക്കകത്ത് വരുന്ന ആടല്ല, ക്വാളിറ്റി ആളുകളുണ്ട്. ആ ആടിനകത്ത് കുറച്ച് ഇത് ബ്ലാസ്റ്റും കുറച്ച് ഡയലോഗ്, അതായത് KGF-നകത്തെ ഡയലോഗൊക്കെ കയറ്റിയിട്ട് ഇറക്കി വിട്ടതിൻ്റെ തൊട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സത്യം പറഞ്ഞ ഒരു അപരാധം ടീച്ചറായിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് യാഷിൻ്റെ 2 ലുക്ക് കാണിക്കുന്നുണ്ട്. ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ, പുള്ളി ഇതിന് മുമ്പ് ഒരു ബിയേഡൊക്കെ വെച്ചിട്ടുള്ള ബിയേഡിൻ്റെ ഒരു ആഡ് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുടിയൊക്കെ വളർത്തിയിട്ടുള്ള കറക്റ്റ് ആ ഒരു ആടിനകത്തെ ലുക്ക് പോലെ ഉണ്ടായിരുന്നു. ഒന്ന് മുടി വെട്ടിയിട്ടുള്ള ലുക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് VFX ഒക്കെ ഉണ്ട്. ഒരു ക്വാളിറ്റി 600 കോടിയുടെ സിനിമയിൽ ഇതേപോലെയൊക്കെയുള്ള VFX എടുത്ത് വെക്കുന്ന കാണുമ്പോഴേ ഇതൊക്കെ എന്തോ വെച്ചിട്ട് ഇതിൻ്റെ KVN പ്രൊഡക്ഷൻ ഗീതു മോഹൻദാസ് ഡയറക്ഷൻ ചെയ്ത പടത്തിൽ മുടക്കിയെന്ന്, ഇത്രയും പൈസ മുടക്കി എന്തിനാണെന്ന് അറിയത്തില്ല. ഒരു ക്വാളിറ്റിയും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിൻ്റെ ലൊക്കേഷൻ ആയാലും ഫുള്ളും VFX എടുത്തുള്ള പണിയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു പ്രൊഡക്ഷൻ പരിപാടിയാണ് മൊത്തം ആർട്ട് വർക്ക് ചെയ്ത് കാർഡ് ബോർഡ് പരിപാടികളുണ്ടല്ലോ, തെർമോക്കോൾ, ആ പരിപാടികളുടെ കൂട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ യാഷ് ഒരു നല്ലൊരു ആക്ടറാണെന്ന് ഞാൻ പറയത്തില്ല. പുള്ളി KGF-നകത്തുണ്ട്. ഇപ്പോൾ കുറേ പടങ്ങൾ പെട്ടിക്കകത്ത് ഇരിപ്പുണ്ട്. പക്ഷേ KGF-നകത്തൂടെ പുള്ളി ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു ആക്ടറായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു നല്ലൊരു ആക്ടർ എന്നുള്ള രീതിയിൽ പറയത്തില്ല. പുള്ളിയുടെ ഇതിനകത്ത് ഒരു ക്ലോസ് അപ്പ് ലുക്ക് കാണിക്കുന്നുണ്ട്. എന്തോ ബോറായിട്ട് കാണിക്കുന്നത്. അതായത് മീശ പിടിച്ചിട്ടുകൾ ഇങ്ങനെ ഒരു ക്ലോസ് അപ്പ് ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് എടുത്ത് വെച്ചേക്കുന്നത് എന്തോ ബോറായിട്ടാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഞാൻ ഈ പടം കാണാൻ പോകും എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് കുറേ ആക്ട്രസ്മാരുണ്ട്. എനിക്കിപ്പം രുക്മിണി വസന്തൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേര് വെച്ച്, പിന്നെ യാഷ് ഇതിനകത്ത് എന്തൊക്കെ കോപ്രായം കാണിക്കുന്നുണ്ടെന്നും കൂടി ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് കാണും. അല്ലാതെ ഇത് ഗീതു മോഹൻദാസിൻ്റെ ഡയറക്ഷനിലോ ഇതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. 2 വട്ടം ഞാൻ കണ്ട്. ഇനി എനിക്കത് അതുപോലത്തെ ടീസർ എനിക്കിനി കാണണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മതിയായി. ആ ഒരു ടീസർ കണ്ട് മതിയായി. ചില നമ്മൾ ട്രെയിലർ നമുക്ക് കാണുമ്പം റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. 1-2 വട്ടം കാണണമെന്ന് തോന്നും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് VFX ഒക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത VFX, ആനയുടെയൊക്കെ VFX കാണിച്ചു വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഇനി പടം ഇറങ്ങിയിട്ട് അറിയാം. മാർച്ച് 19 പടം ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും പടം കണ്ടിട്ട് ബാക്കി പറയാം. ഇത് ടീസർ ടീസറായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.